നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് അടുക്കുമ്പോൾ ഇനിയുള്ള കാലഘട്ടത്തിൽ ക്ലബ് ഫുട്ബോൾ ആരാധകരെ കാണുന്നത് ചങ്കിടിപ്പോടെ ആയിരിക്കും. കാരണം പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ റിക്കവറി സമയം കുറച്ചധികം വേണ്ടി വന്നാൽ വേൾഡ് കപ്പ് തന്നെ നഷ്ടമാകും. ഇപ്പോൾ ഏതാണ്ട് അതുപോലൊരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ജപ്പാൻ്റെ സൂപ്പർ താരം ടക്കൂമി മിനാമിനോ. ജപ്പാൻ നമുക്കറിയാം, ഏഷ്യയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ജപ്പാനാണ്. ഇപ്പോൾ ഇന്നലെ പുറത്തുവിട്ട ഫിഫ റാങ്കിങ്ങിൽ ഏഷ്യയിൽ നിന്ന് ഏറ്റവും മുകളിലുള്ളത് ജപ്പാനാണ്. 18ാം റാങ്കിലാണ് അവരുള്ളത്. 1650 റാങ്കിങ് പോയിന്റുമായിട്ട് 18ാം റാങ്കിൽ നിൽക്കുന്ന ജപ്പാൻ. വേൾഡ് കപ്പിനാണെങ്കിൽ അവർ ഗ്രൂപ്പ് എഫിലാണ്. നെതർലൻഡ്സിനോടും ടുണീഷ്യയോടും ഒക്കെ മുട്ടാനുമുണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ മിന്നും പ്രകടനം നടത്തിയവരാണ്. സോ ജപ്പാനെ ഇത്തവണ വലിയ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരുപാട് ഏഷ്യൻ ആരാധകരുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിലാണ് അവരുടെ സൂപ്പർ താരങ്ങളിൽ ഒരാൾക്ക് പരിക്ക് പറ്റിയിരിക്കുന്നത്. മിനാമിനോക്ക് AS മൊണോക്കോക്ക് വേണ്ടി കളിക്കുമ്പോഴാണ് പരിക്ക് പറ്റിയത്. അദ്ദേഹത്തിന് ACL ഇഞ്ചുറി, ലെഫ്റ്റ് നീയിൽ ACL ഇഞ്ചുറി പറ്റിയിരിക്കുന്നു. ESPN FC റിപ്പോർട്ട് ചെയ്യുന്നു, ജപ്പാൻ മിഡ്ഫീൽഡർ ടക്കൂമി മിനാമിനോ ഹാസ് ടോൺ ദി ACL ഇൻ ഹിസ് ലെഫ്റ്റ് നീ വൈൽ പ്ലേയിങ് ഫോർ AS മൊണോക്കോ. തീർച്ചയായിട്ടും അത് ആശങ്കാജനകമാണ്. അതിലവർ പറയുന്നത് ആൻഡ് വിൽ ഓൾമോസ്റ്റ് സെർട്ടൻലി മിസ് ദി വേൾഡ് കപ്പ്. ഓൾമോസ്റ്റ് സെർട്ടൻലി അദ്ദേഹത്തിന് വേൾഡ് കപ്പ് നഷ്ടമായേക്കും എന്നാണ് റിപ്പോർട്ട്. മിനാമിനോയുടെ ഇഞ്ചുറി ഫ്രഞ്ച് കപ്പ് ഗെയിമിനിടെയാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഓക്സ്ഫോർഡിനെതിരെ കളിക്കുമ്പോഴാണ് പരിക്ക് പറ്റിയത്. മെഡിക്കൽ എക്സാമിനേഷനിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് താരത്തിന് ACL ഇഞ്ചുറി ഉണ്ട് എന്നാണ്. മൊണോക്കോ ഇക്കാര്യം ഒഫീഷ്യലി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു വലിയ തിരിച്ചടിയാണ്. ഇങ്ങനെ താരങ്ങൾക്ക് പരിക്ക് പറ്റുമ്പോൾ ആശങ്കയാണ്. ഇപ്പോൾ അലക്സാണ്ടർ ഐസക്കിൻ്റെ കാര്യത്തിൽ ആശങ്കയുണ്ട്. ഇനി അങ്ങോട്ടുള്ള കാലം അങ്ങനെയാണ്. പരിക്കേറ്റാൽ വേൾഡ് കപ്പ് നഷ്ടമാകുമോ എന്നതാണ് എല്ലാവരും ഒരു ഭയപ്പാടോടുകൂടി കാണുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.